ഫലസ്തീൻ യുദ്ധം പുതിയ വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുന്ന റിപ്പോർട്ടാണ് നമ്മൾക്കിപ്പോൾ അറിയാനും കേൾക്കാനും വേണ്ടി സാധിക്കുന്നത്. ലെബനാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയൊരു യുദ്ധമുഖം തുറക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞതോടുകൂടിയാണ് യുദ്ധം പാലസ്തീനിൽ നിന്ന് ലെബനാനിലേക്ക് നീങ്ങാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വിലയിരുത്തുന്നത്. എത്രത്തോളം പ്രയാസകരമായിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ലെബനാൻ ഇസ്രായേൽ യുദ്ധത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. യുദ്ധം ഒക്ടോബർ 7-ാം തീയതി ആരംഭിച്ചു. 9ാമത്തെ മാസത്തിലെത്തിയിട്ടും യാതൊരു രീതിയിലുള്ള ശമനമില്ല എന്ന് മാത്രമല്ല, ഓരോരോ ദിവസം കഠിനമായ രീതിയിലുള്ള യുദ്ധത്തിന്റെ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ ലിസ്റ്റിലുള്ള ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഗസ എന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു സൈനിക ട്രൂപ്പായിരിക്കുന്ന ഹമാസിനോട് നിരന്തരം തോറ്റുകൊണ്ട് തൊപ്പിയിടുന്ന പ്രത്യേക ഒരു സാഹചര്യത്തിലൂടെയാണ് അവരും കടന്നു പോകുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഹമാസിന് പിന്തുണച്ചുകൊണ്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് ലെബനാനിൽ നിന്നും, ഹൂത്തികൾ യമനിൽ നിന്നും, പിന്നീട് ഇറാഖിലെ മലീഷ്യകളും ബഹ്റൈന്റെ മലീഷ്യകളൊക്കെ രംഗത്ത് വരുന്നത്. ഇതിനെ മുഴുവനും നിയന്ത്രിക്കാൻ വേണ്ടി ഇറാന്റെ പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അവരുടെ യുദ്ധം ഹിസ്ബുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ആകാശ യുദ്ധമാണ്. 2ാം ലോക യുദ്ധം വിജയിച്ചത് ആകാശ യുദ്ധത്തിലൂടെയാണ്. ഇറാഖിനെ പരാജയപ്പെടുത്തിയത് ആകാശ യുദ്ധമാണ്. ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്ന പരമാവധി യുദ്ധങ്ങളൊക്കെ ആകാശ യുദ്ധങ്ങളാണ്. ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 2.5 വർഷത്തിലേക്ക് എത്താൻ പോകുന്നു. അവർ നടത്തുന്നതും ആകാശ യുദ്ധമാണ്. കരയുദ്ധങ്ങൾ തീരെ കുറവാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആകാശ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നൈപുണ്യം നേടിയവരാണ്. അങ്ങനെ തന്നെ ആകാശ യുദ്ധം കൊണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി ഹമാസിന് സാധിക്കുകയില്ല, ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. വളരെ അപൂർവകരമായിരിക്കുന്ന സമയങ്ങളിലാണ് അവര് റോക്കറ്റ് ആക്രമണം നടത്തുന്നത്, അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തുന്നത്. ബാക്കി സമയങ്ങളിലെല്ലാം സൈനികരുമായി കരയുദ്ധത്തിലൂടെ മുഖാമുഖം ഏറ്റുമുട്ടുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഘട്ടത്തിലെല്ലാം ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലെബനാനെ സംബന്ധിച്ചിടത്തോളം അവർ ആകാശ യുദ്ധം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിൽ മുഴുവനും കൃത്യമായിരിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തി അവരുടെ സൈനിക സംവിധാനങ്ങൾ, സൈനിക രൂപങ്ങൾ, അവര് ക്രോഡീകരിച്ചു വരിക്കുന്ന ആയുധപ്പുരകൾ, ഇതെല്ലാം കൃത്യമായ രീതിയിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്നും ഡ്രോൺ പരീക്ഷണം തങ്ങൾക്ക് വിജയിച്ചിരിക്കുന്നു എന്നും ഹിസ്ബുള്ള ഗ്രൂപ്പ് പറയുകയും അതിന്റെ വീഡിയോ പുറത്തുവിടുകയും ചെയ്തു. നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടതിന് മുമ്പ് സംസാരിച്ചതാണ്. അപ്പോൾ അവരുടെ രഹസ്യപരമായിരിക്കുന്ന കേന്ദ്രങ്ങൾ മുഴുവനും നിരീക്ഷിച്ചുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന സമയത്ത് മുഴുവനും ഇസ്രായേലികൾ ഈ ഡ്രോണിനെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല, അതിനെ തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ പോരായ്മയായിട്ടാണ് നിലനിൽക്കുന്നത്. 2 വിഷയം ഇതിൽ പറയുന്നുണ്ട്. ഒന്ന്, സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ രഹസ്യം ചോർത്തി കഴിഞ്ഞാൽ അവരത് വളരെ രഹസ്യമായ രീതിയിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. പകരം ഹിസ്ബുള്ള ഗ്രൂപ്പ് രഹസ്യങ്ങൾ ചോർത്തുകയും ചെയ്തു, ലോകത്തോട് ആ രഹസ്യങ്ങൾ വിളിച്ചു പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ 2 ഗുരുതരമായിരിക്കുന്ന തെറ്റുകളാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്യുന്നത്, ഹിസ്ബുള്ള ഗ്രൂപ്പ് ലെബനാനിൽ നിന്ന് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിരീക്ഷണം. അങ്ങനെ ആ ഒരു ആകാശ യുദ്ധത്തിൽ അതികേമന്മാരുമാണ് എന്ന് മാത്രമല്ല, വല്ല കാരണവശാലോ ലെബനാൻ ആക്രമിക്കുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ മാനുഷികപരമായിരിക്കുന്ന പരിഗണന ഇല്ലാത്ത രീതിയിലുള്ള ആക്രമണം ലെബനാന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാവും. എവിടെയൊക്കെ എപ്പോ ഏത് രീതിയിലാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞങ്ങൾ വ്യക്തമായ രീതിയിൽ അറിയാം. ഞങ്ങൾ അതിലുള്ള പഠന കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്ബുള്ള ഗ്രൂപ്പ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം, വളരെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികളാണ് ഗസയിൽ ഉടനീളം ഇസ്രായേൽ ചെയ്യുന്നത് എന്നുള്ളത് ലോകം നിരീക്ഷിച്ചതാണ്. പല ഘട്ടത്തിലും UN സഭയിൽ ഈ പ്രമേയം വന്നു. അമേരിക്ക വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു, അല്ലെങ്കിൽ അമേരിക്ക വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് അത് തള്ളപ്പെട്ടു എന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ അമേരിക്ക തന്നെ യുദ്ധ അവസാനത്തിന് വേണ്ടിയിട്ട് ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, അത് പാസ്സാക്കിയെടുക്കുന്നു. ആ എടുത്ത കാര്യം നടപ്പിലാക്കാൻ സാധിക്കാതെ വലിയ രീതിയിൽ അമേരിക്ക തന്നെ പ്രയാസപ്പെടുന്നു. ഇത് നാടകമാണോ അതല്ലെങ്കിൽ യാഥാർത്ഥ്യമാണോ എന്നുള്ള ഇതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായിരിക്കുന്ന മറുപടിയൊന്നും ആരുടെ ഭാഗത്തുനിന്നും കിട്ടിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ അവിടെ സാധാരണക്കാരായിരിക്കുന്ന പാലസ്തീനുകൾ അനുഭവിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും യുദ്ധ നിയമത്തിനും
മാനുഷിക നീതിക്കും എതിരായിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ നടത്തുന്നത്. ആ കാര്യത്തിന് അവർ പിന്തിരിയണമെന്ന് പല ഘട്ടത്തിലും ഐക്യരാഷ്ട്രസഭ വലിയ വോട്ടിങ്ങോട് കൂടി തന്നെ പ്രഖ്യാപിച്ചതാണ്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ആരും നടപ്പിലാക്കുന്നില്ല. ഇസ്രായേൽ അത് അംഗീകരിക്കുന്നില്ല, നടപ്പിലാക്കുന്നില്ല. പിന്നീട് അറസ്റ്റ് വാറണ്ട് തന്നെ പുറപ്പെടുവിച്ചു. അതിനെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇപ്പോൾ ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരമായ പ്രവർത്തനത്തിനെതിരെ വലിയ രീതിയിലുള്ള നിലപാടും നയപ്രഖ്യാപനങ്ങളും നടത്തി, അല്ലെങ്കിൽ വിധി പ്രസ്താവ്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എന്താവുന്നില്ല, ഇസ്രായേൽ അതും അംഗീകരിക്കുന്നില്ല. അപ്പൊ ലോകത്തെ മുഴുവനും അംഗീകരിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് പാലസ്തീന്റെ അകത്ത് ഇസ്രായേൽ ചെയ്യുന്നത്. എന്നാൽ ഇസ്രായേൽ ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നു, അതൊട്ട് സാധിക്കുന്നില്ല. അവർ മുന്നോട്ട് വെച്ച എല്ലാ നിലപാടുകളും, അല്ലെങ്കിൽ അവർ മുന്നോട്ട് ലോകത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. ഹമാസിനെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല, അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല, അവരുടെ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി ഒരു ഒക്ടോബർ 7-ാം തീയതിയുള്ള അക്രമം ഹമാസിന്റെ ഭാഗത്ത് ഉണ്ടാവില്ലെന്ന് പറയാൻ പോലും സാധിക്കാത്ത വിധം വലിയ രീതിയിലുള്ള പരാജയമുണ്ടായി. ഈ പരാജയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഹമാസിന്റെ ഇത്രയും ശക്തമായിരിക്കുന്ന സൈനിക സംവിധാനത്തെക്കുറിച്ചും സാന്നിധ്യത്തെക്കുറിച്ചും വലിയ രീതിയിലുള്ള പഠനം യഥാർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. എവിടെയും ഏത് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ ആകാശ യുദ്ധം നടത്തി തങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ലെബനാനുമായി തങ്ങൾ നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞതോടുകൂടിയാണ് ലെബനാൻ കളം മാറ്റിയിട്ട് അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ അകത്തുള്ള ഒരു ദേശം പോലും സുരക്ഷിതമാണ് എന്ന് നിങ്ങൾ കരുതണ്ട. ഒരു ഗ്രാമീണ മേഖല പോലും തകർക്കാൻ മാത്രം പാകത്തിലുള്ള സൈനിക സംവിധാനങ്ങളും അത്യാധുനികപരമായിരിക്കുന്ന ആയുധങ്ങളും തങ്ങളുടെ കൈവശത്തിലുണ്ട്. 100,000-ഓളം സൈനികർ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നു എന്ന വിവരങ്ങളൊക്കെയാണ് ഒരു മുന്നറിയിപ്പ് പോലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേൽ ഗസയുടെ ചില ഭാഗങ്ങളിലൊക്കെ സൈനികരെ പിൻവലിച്ചുകൊണ്ട് ലെബനാന്റെ അതിർത്തിയിലൂടെ വിന്യസിക്കുന്ന ഒരു രീതി പിന്തുടരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും ഇസ്രായേൽ എടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ അതിന് തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഹിസ്ബുള്ള ഒരുക്കി കഴിയുകയും ചെയ്തു. രണ്ട് വിഷയങ്ങൾ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകർക്ക് പറയുന്ന കാര്യങ്ങൾ അതാണ്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ വലിയ പരാജയമാണ് അറബ് രാജ്യങ്ങൾക്കുണ്ടായത്. 6ഓളം രാജ്യങ്ങളാണ് ആ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ചത്. അവർക്ക് 4 രാജ്യത്തിനും അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു. മാത്രവുമല്ല, ദയനീയമായിരിക്കുന്ന പരാജയം ഉണ്ടായി. ഈജിപ്ത് ആണെങ്കിലും, ലെബനോൻ ആണെങ്കിലും, ജോർദാൻ ആണെങ്കിലും, സിറിയ ആണെങ്കിലും അവർക്കൊക്കെ ഭൂപ്രദേശം നഷ്ടപ്പെട്ടവരാണ്. അന്ന് വരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂപ്രദേശം എന്നറിയപ്പെടുന്നതിന്റെ 4 ഇരട്ടിയാണ് ഈ 4 രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ പിടിച്ചെടുത്തത്. പിന്നെ ബാക്കിയുള്ള 2 രാജ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇറാനാണ്, മറ്റൊന്ന് ഇറാഖാണ്. രണ്ടും നേരിട്ട് കൊണ്ട് ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടാത്ത രാജ്യമായതുകൊണ്ട് ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇന്നിപ്പോ യുദ്ധം നടക്കുന്ന ഗസ എന്ന് പറയുന്ന പ്രദേശം 1967 കാലത്തിന് മുൻപ് ഈജിപ്തിന്റെ അധിനിവേശത്തിലുള്ള ആയിരുന്നു. അവരുടെ ഭൂമികയായിട്ടാണ് നിലനിന്നിരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പിടിച്ചടിക്കുന്നത്. ജോർദാന്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്, ഈ സിറിയയുടെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. അതാണ് ഗോലാൻ കുന്നിന്റെ ഭാഗം ഇപ്പോഴും വലിയ വിവാദങ്ങളായി നിൽക്കുന്നത്. ലെബനാന്റെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കപ്പെടുന്ന പ്രദേശത്ത് പിന്നീട് അതിനുശേഷം വലിയ രീതിയിലുള്ള ആക്രമണം ലെബനാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടായിട്ടുണ്ട്. ചില പ്രദേശത്തു നിന്ന് ഇസ്രായേൽ സൈനികർ വിട്ടു ഓടിപ്പോയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്ന് ആദ്യമായിട്ട് ലെബനാന്റെ സൈന്യം, അതല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് പറഞ്ഞത് അന്നാണ്. നിരന്തരപരമായിരിക്കുന്ന അക്രമത്താൽ ഇസ്രായേൽ പിടിച്ചെടുത്ത തങ്ങളുടെ ഭൂപ്രദേശത്തിൽ നിന്ന് ഒരു പരിധിവരെ അവരെ തുരത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു എന്നാണ് അന്ന് അവർ അവകാശപ്പെട്ടത്. ഈ അവകാശത്തോടനുബന്ധിച്ച് അവര് പുറത്തെടുക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ സാധിക്കും, അവരത്ര ശക്തിയുള്ള രാജ്യമൊന്നുമല്ല എന്നുള്ളതാണ്. പിന്നീട് ഇസ്രായേലിനെ കുറിച്ച് പഠിക്കുകയാണ് ഇവരൊക്കെ ചെയ്തത്. അത് പ്രത്യേകിച്ച് അത് പഠിക്കാൻ വേണ്ടി മുന്നൊരുക്കം നടത്തിയത് ഇറാനാണ്. ഇറാൻ എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ബദ്ധ ശത്രുവായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇറാൻ ഉണ്ടാക്കുന്ന ഓരോ ആയുധങ്ങളും ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. റഷ്യയുടെ ഭാഗത്തുനിന്ന് മിസൈൽ വാങ്ങുകയാണെങ്കിൽ അത് 500 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലാണെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് 2000 കിലോമീറ്ററുള്ള മിസൈലാക്കിയിട്ട് പുനർനിർമ്മാണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആയുധ നിർമ്മാണ ഫാക്ടറികൾ സ്ഥാപിക്കാൻ വേണ്ടി റഷ്യ പോലും അവരുടെ ഭൂമി വിട്ടുകൊടുത്ത ഒരു വിവരം ഇതിന്റെ ഇടയിൽ തന്നെ വിവാദമായി നിലനിന്നിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വളരെ ശക്തപരമായിരിക്കുന്ന ഒരു സൈനിക സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനിക ചോർച്ച, അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങളും അവരുടെ സൈന്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെയൊക്കെ ചോർച്ചയാണ് ആദ്യം അനിവാര്യമായിരിക്കുന്ന കാര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇറാൻ എന്ത് ചെയ്യുന്നത്, ഡ്രോൺ ഉപയോഗിച്ചോ മറ്റെന്തോ സംവിധാനം ഉപയോഗിച്ചോ അവരുടെ പരമാവധി അവരുടെ സൈനിക സംവിധാനവും ആയുധ സംവിധാനവും ചോർത്തിയെടുത്തത്. ഈ ചോർത്തിയെടുത്തതാണ് യഥാർത്ഥത്തിൽ ഈ പാലസ്തീനുകൾക്ക്, അതായത് ഗസയിൽ യുദ്ധം ചെയ്യുന്ന ഹമാസിന് ഇറാൻ കൈമാറുന്നത്. അവർ പറഞ്ഞ കാര്യം ഇതാണ്: അയൺ ഡോമിനെ തകർക്കാൻ വേണ്ടി കൂടുതൽ മിസൈലുകൾ അല്ലെ റോക്കറ്റുകൾ വിട്ടാൽ അയൺ ഡോം തകരുന്നതാണ്. അങ്ങനെ 5000-ഓളം റോക്കറ്റുകളാണ് അന്ന് വിക്ഷേപിച്ചതെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പൊ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്, ജയിച്ച് കയറുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് എന്നുള്ളത് അവരുടെ സൈനിക വിഭാഗം തന്നെ പറഞ്ഞിരിക്കുകയാണ്. അവർ പറയുന്നത്, ഹമാസ് എന്ന് പറഞ്ഞാൽ ഒരു സൈനിക ട്രൂപ്പല്ല, അതൊരു ആശയമാണ്. അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് സമാധാനപരമായിരിക്കുന്ന ഒരു ഒത്തുതീർപ്പിന്റെ രീതിയിലേക്കോ അല്ലെങ്കിൽ യുദ്ധവിരാമത്തെക്കുറിച്ചോ ചിന്തിക്കുകയല്ലാതെ ഒരിക്കലും ഹമാസിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കില്ല. ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഹമാസിനേക്കാൾ ശക്തമായിരിക്കുന്ന ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അവിടെ നിന്ന് ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന്റെ കാര്യം, അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. കഴിഞ്ഞ 75 വർഷത്തോളമായി പലസ്തീനുകൾ അനുഭവിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിന് പരിഹാരമുണ്ടാകാൻ വേണ്ടി അവർ ബലിയാടാകാൻ തയ്യാറാണ് എന്ന് ഉറക്കെ പറയുകയാണ്. അടുത്ത തലമുറയ്ക്കെങ്കിലും മോചനം കിട്ടണം എന്ന അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനൊരു അവസാനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തോടു കൂടി മാത്രമേ അവസാനിക്കൂ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിവരം, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്തത്ര വലിയ പ്രതിഷേധത്തിനും വലിയ വിമർശനത്തിനും വിധേയമായിരിക്കുന്ന ആദ്യത്തെ സംഭവമാണ് ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം ആ രാജ്യത്തിനകത്ത് നടക്കുന്നത്. ആഭ്യന്തരപരമായ രീതിയിൽ വലിയ വിഷയങ്ങൾ രാജ്യത്തിനകത്ത് നടക്കുന്നു. പുറത്താണെങ്കിൽ അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്നു. ഇസ്രായേൽ മാത്രമല്ല ഒറ്റപ്പെടുത്തുന്നത്, വ്യത്യസ്ത ലോക രാജ്യങ്ങളിൽ ജീവിക്കുന്ന ജൂത വിഭാഗത്തെ പോലും ആ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, ഈ കൂട്ടുകക്ഷി ഭരണ സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലുള്ളത്. ഏതെങ്കിലും ഒരു ഘടകകക്ഷികൾക്ക് അവർ പറയുന്ന ഇഷ്ടത്തിനനുസരിച്ച് നിന്നിട്ടില്ലെങ്കിൽ അവർ ഭരണത്തിന് പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ ഭരണം താഴെ വീഴും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഭരണം നിലനിർത്തണമെങ്കിൽ യുദ്ധം നിലനിൽക്കണം എന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഹമാസ് നടത്തുന്നത്, ഹൂത്തികൾ നടത്തുന്നത്, ഹിസ്ബുള്ള ഗ്രൂപ്പ് നടത്തുന്നത്, ഇറാഖിലെ മലീഷ്യകൾ നടത്തുന്നത്, ബഹ്റൈന്റെ മലീഷ്യകൾ നടത്തുന്നത്. എല്ലാവരും സംയുക്തമായ രീതിയിൽ വ്യത്യസ്ത മേഖലയിൽ നിന്ന് ഒരേ സമയം ആക്രമിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ലെബനാനുമായിട്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ 1967 പരാജയപ്പെട്ട ആ രാജ്യങ്ങളുടെ ഒരു സംഗമം, ഒരു പക്ഷേ അതിലേക്ക് പുതിയ രാജ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആ രാജ്യങ്ങൾ എല്ലാവരും ഇതിന് സഹകരിച്ചോളണമെന്നില്ല. വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളെ ഇണക്കിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇസ്രായേലിനെ നേരിടാൻ ലെബനാൻ തയ്യാറാകുക എന്ന അഭിപ്രായം പറയുന്നു. ഇറാന്റെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ ഇതിനിടെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ പറയുന്നു, ലെബനാനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ സംരക്ഷണത്തിന് തങ്ങൾ തയ്യാറാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട്, ചെങ്കടൽ കടലുമായിട്ട് ബന്ധപ്പെട്ടും ഈ ഇറാന്റെ കപ്പലുകൾ തന്നെ നങ്കൂരം വിട്ടിരിക്കുന്നത് നമുക്കറിയാം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അത് നിരീക്ഷണാടിസ്ഥാനത്തിൽ ചെങ്കടലിൽ ഇറാന്റെ കപ്പലുണ്ട്, മെഡിറ്ററേനിയൻ കടലിന്റെ ഭാഗത്തും ഇറാന്റെ കപ്പലുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ഭാഗങ്ങളിലൊക്കെ അമേരിക്കയുടെ കപ്പലുമുണ്ട്. അപ്പോൾ ഒരു കഠിനമായിരിക്കുന്ന യുദ്ധം വന്നാൽ കടൽ യുദ്ധം ഏറെക്കുറെ ഉറപ്പാവും, അതോടൊപ്പം തന്നെ ആകാശ യുദ്ധം ഉറപ്പാവും, കരയുദ്ധം ഏതായാലും നടക്കുകയും ചെയ്യും. അപ്പോൾ സൈനിക ട്രൂപ്പും സൈനിക അപരിചിത വാഹനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം ലെബനാന്റെ അതിർത്തി കടന്ന് ലെബനാനിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ ആലോചിക്കുന്നത്. അതാണ് അമേരിക്ക വിലങ്ങിട്ടുകൊണ്ട് പറയുന്നത്, ഇത് നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു യുദ്ധമായിട്ട് അവശേഷിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ് കാര്യം. ലെബനാൻ ആക്രമിക്കുന്ന സമയത്ത് ഏതൊക്കെ രാജ്യങ്ങളാണ് ലെബനാനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക എന്ന് പറയാനൊന്നും പറ്റില്ല.
ഇറാൻ അവസരത്തിനും സാഹചര്യത്തിനും വേണ്ടി നോക്കി നിൽക്കുന്നു. ഈ തുർക്കിയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം, ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഈ ഫലസ്തീന് അനുകൂലമായിരിക്കുന്ന നിലപാട് തന്നെയാണുള്ളത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അവരുടെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ അവരുടെ ഒരു വിജയം ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് സാമ്പത്തികപരമായും സൈനികമായും സഹായിക്കുന്നത് അമേരിക്കയാണ്. അവിടെ റഷ്യയുടെ പരാജയം അവർക്ക് അനിവാര്യമാണ്. അപ്പോൾ ഉക്രൈൻ എന്ന് പറയുന്ന ദേശത്ത് അല്ലെങ്കിൽ ആ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി റഷ്യക്ക് സാധിക്കാത്തത് അമേരിക്കയുടെ വലിയ പിന്തുണ ഉള്ളത് കൊണ്ടാണ് എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ ആ ഭാഗത്ത് അമേരിക്കയാണ് മുഖ്യ ശത്രു. ആരുടെ? റഷ്യയുടെ. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെയും ലെബനാന്റെയും മുഖ്യ ശത്രു ഇസ്രായേലാണ്. ആ ഇസ്രായേലിനെ പിന്തുണക്കുന്നത് അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക ആയുധങ്ങളും സംവിധാനവും നൽകുന്ന സമയത്താണ് ഇസ്രായേൽ ശക്തി ആർജിക്കുന്നത്. അപ്പൊ ശത്രു രാജ്യം അമേരിക്ക തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ റഷ്യയുടെ ശത്രു ആരാണോ അവർ തന്നെയാണ് ലെബനാന്റെയും ഹമാസിന്റെയും ശത്രു. അപ്പൊ ഇവിടെ ഒരു ഏകോപനം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തുർക്കി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പല തരങ്ങളിലും ഇസ്രായേലിനെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ വാർ ക്രിമിനലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാജ്യത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തി ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞു. അത് ഐക്യരാഷ്ട്രസഭയിൽ പോലും ഈ നിലപാട് തുർക്കി ഉറക്കെ പറഞ്ഞതോടുകൂടി ആരോടൊക്കെ കൂടെ നിൽക്കുമെന്നുള്ളതും അവരുടെ നിലപാട് എങ്ങനെയാണ് എന്നുള്ളതും ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ തുർക്കിയോടൊപ്പം ഇറാൻ ചേർന്നുകൊണ്ടുള്ള ലെബനാൻ ചേർന്നുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവര് ആഭ്യന്തരമായ രീതിയിലും ബാഹ്യമായ രീതിയിലും വലിയ തകർച്ചയുണ്ടാവും, അവർക്ക് വലിയ രീതിയിലുള്ള പരാജയം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആകാശ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുകയില്ല എന്ന് ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. കാരണം പല ഘട്ടങ്ങളിലും അവരുടെ അയൺ ഡോൺ സംവിധാനം തകർന്നിരിക്കുന്നു. ചില സമയത്ത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നു. ചില സമയത്ത് ഒരുപാട് റോക്കറ്റുകൾ ഒരേ സമയത്ത് വിക്ഷേപിക്കുന്ന സമയത്ത് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന കാര്യത്തിൽ യഥാർത്ഥത്തിൽ അയൺ ഡോം തന്നെ കൺഫ്യൂഷൻ ആകുന്നു എന്നും കൂടി നമുക്ക് വായിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പൊ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് രണ്ട് രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്നും ആളുകളോട് വിട്ടുപോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ലെബനാന്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന ഇസ്രായേലിന്റെ അതിർത്തി ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് കുടുംബങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ചിരിക്കുന്നു എന്നുള്ളതും, അതോടൊപ്പം തന്നെ ലെബനാന്റെ അതിർത്തിയിൽ നിന്ന് അവിടുത്തെ ആളുകളോട് മാറി താമസിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു, അവരാ പ്രവൃത്തി ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന്റെ സൂചന വരുന്നത് ഒരുപക്ഷെ ഇസ്രായേലി ഈ ലെബനാൻ യുദ്ധം ഉണ്ടാവേണ്ട സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോ ബഹുമുഖ യുദ്ധ മേഖല തുറക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ 5 മേഖലയിൽ നിന്ന് ഇസ്രായേലിന് ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വരും എന്നുള്ളത് ഏറെക്കുറപ്പാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത്രയും രാജ്യങ്ങളോട് വ്യത്യസ്ത മേഖലയിൽ നിന്ന് യുദ്ധം ചെയ്ത് ജയിക്കുക എന്നുള്ളത് ഈ ഇസ്രായേലിന് ഈ ഒരു ഘട്ടത്തിൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ സൈനിക ശക്തി എത്ര ഉണ്ട് എന്നുള്ളതും അവരുടെ മുന്നേറ്റം എത്ര ഉണ്ട് എന്നുള്ളതും വളരെ കൃത്യമായ രീതിയിൽ ലോകത്തിന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ 8 മാസത്തിന്റെ കാലയളവിൽ സാധിച്ചിട്ടുമുണ്ട്. ഇനി ഏതെങ്കിലും പക്ഷം ചേർന്നുകൊണ്ട് അമേരിക്കയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ യുദ്ധത്തിന്റെ രീതിക്കൊക്കെ വലിയ മാറ്റം വരും. ആ സമയത്ത് റഷ്യ അമേരിക്കക്കെതിരെ നിലപാടെടുക്കും. അങ്ങനെ നിലപാടെടുക്കുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റുള്ള രാജ്യങ്ങൾ ചേരും, പ്രത്യേകിച്ച് കുറേയും റഷ്യയും പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണിയോ ആക്രമണമോ ഉണ്ടാവുകയാണെങ്കിൽ സംയുക്തമായ രീതിയിൽ നേരിടണം എന്നുള്ളതാണ്. എല്ലാ കാലത്തും ബദ്ധശത്രുക്കളാണ് സൗത്ത് കൊറിയയും അമേരിക്കയും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. 15,000 മുതൽ 20,000 കിലോമീറ്റർ വരെ വൈദൂരമുള്ള ആണവ മിസൈൽ വഹിക്കാൻ പാകത്തിലുള്ള മിസൈലിന്റെ നിർമ്മാണം കൊറിയ പൂർത്തിയാക്കിയിരിക്കുന്നു. അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് തൊടുത്തു വിടാൻ വേണ്ടി ഒരു രാജ്യത്തിന്റെയും അനുവാദമില്ലാതെ തന്നെ വേണ്ടി വന്നാൽ തങ്ങൾ ആണവായുധം ഈ അമേരിക്കയിൽ പ്രയോഗിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ സൗത്ത് കൊറിയൻ പ്രസിഡന്റായിരിക്കുന്ന കിം ജോങ് ഉൻ പല ഘട്ടങ്ങളിലും പറഞ്ഞത്. ഒരു ഏകാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യം എന്നതുകൊണ്ട് പ്രതിപക്ഷം അതിനെ എതിർക്കാനൊന്നുമില്ല. അത് സാധ്യമാവുകയാണെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ യുദ്ധത്തിൽ നേരിട്ട് അമേരിക്ക ഇടപെടുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ പരമാവധി ഇസ്രായേലിനെ യുദ്ധം തുടരുകയാണെങ്കിൽ ഇസ്രായേലിനെ ഈ പറയുന്ന പോലെ ആയുധം കൊടുത്ത് സഹായിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഈ ആയുധം കൊടുത്ത് സഹായിക്കൽ എത്രത്തോളം ഗുണമായ രീതിയിൽ അവശേഷിക്കും, അല്ലെങ്കിൽ അതിന്റെ അവസാനം ഏത് തരത്തിലാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പോലും പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ലെബനാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് നിസ്സാരമായിരിക്കുന്ന ഒരു ചെറിയ യുദ്ധമായിട്ടല്ല അവസാനിക്കുക. വ്യത്യസ്ത ലോകരാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി വലിയ ഒരു കൂട്ടം രാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുന്ന മൂന്നാം ലോകത്തിന് സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ഒരുപക്ഷെ ഇതിന് സാധ്യതയുണ്ട് എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട്, ലെബനാനും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അവലംബം ചെയ്യുന്ന സമയത്ത് അവർ കണ്ടെത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലായിരിക്കില്ല യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ രീതികൾക്കൊക്കെ മാറ്റങ്ങൾ വരും, അല്ലെ രീതികൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിയന്ത്രിക്കാൻ ലോകത്തിലെ ഒരു രാജ്യത്തിനും സാധിക്കാത്ത വിധം വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ ഗവൺമെന്റ് രാജിവെക്കേണ്ടി വരും. അങ്ങനെ പ്രധാനമന്ത്രി ഇല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അവിടുത്തെ ഈ IDF അല്ലെ പ്രതിരോധ സംവിധാനത്തിലൊക്കെ വലിയ തകർച്ച ഉണ്ടാവും. ഗവൺമെന്റുമായി ഇപ്പൊ തന്നെ ചെറിയ രീതിയിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകും. സംരക്ഷണം, ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ എന്ന് പറയുന്ന ഗവൺമെന്റ് തകർന്നു പോകാൻ തന്നെ ഒരുപക്ഷെ ലെബനാന്റെ അക്രമം വഴിയൊരുക്കും എന്നുകൂടി യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.